ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തൂസ് PSC ബുള്ളറ്റ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ 11ാമത്തെ ക്ലാസ്സാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ എടുത്ത 10 ക്ലാസ്സിൻ്റെ ഒരു റിവിഷൻ എക്സാം കഴിഞ്ഞ ക്ലാസ്സിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്കുകളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 20 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോക്കുക, കിട്ടാത്തത് വീണ്ടും പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യമാണ്, കേരള നിയമസഭയിൽ പട്ടികജാതി പട്ടിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായി അധികാരമേറ്റത് ആരാണ്? OR കേളുവാണ്. ഓക്കെ, കേരള നിയമസഭയിൽ പട്ടികജാതി പട്ടിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിട്ട് അധികാരമേറ്റത് OR കേളു. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ് കേട്ടോ. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ആനുകാലിക ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ നിയമസഭയിൽ പട്ടികജാതി പട്ടിക വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആരായിരുന്നു? K. രാധാകൃഷ്ണനായിരുന്നു. അദ്ദേഹം ലോക്സഭ ഇലക്ഷന് ജയിച്ച കാരണം എന്തായി, ഇപ്പോൾ OR കേളുവാണ് ആ ഒരു പോസ്റ്റിൽ അധികാരം ഏൽക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യമാണ്, നിലവിൽ കേരള നിയമസഭയുടെ ദേവസ്വം വകുപ്പ് മന്ത്രി ആയി അധികാരമേറ്റത് VN വാസവനാണ്. അപ്പോൾ ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ആരാണ്? VN വാസവൻ. ഇമ്പോർട്ടൻ്റ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, പാർലമെൻ്ററി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സംസ്ഥാന നിയമസഭയിലെ മന്ത്രി അദ്ദേഹമാണ് MB രാജേഷ്. ഓക്കെ, അപ്പോൾ എന്താണ് പാർലമെൻ്ററി വകുപ്പ്, പാർലമെൻ്ററി അഫയേഴ്സ് എന്നുള്ളൊരു വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? നിയമസഭയിൽ കൈകാര്യം ചെയ്യുന്നത് MB രാജേഷാണ്. അദ്ദേഹമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പഞ്ചായത്ത് അതിൻ്റെയൊക്കെ മന്ത്രി MB രാജേഷ് തന്നെയാണ് കേട്ടോ. അപ്പോൾ പാർലമെൻ്ററി അഫയേഴ്സും അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഇനി. ഓക്കെ, നാലാമത്തെ ചോദ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസവാനന്തരം സ്ത്രീകളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായി ലക്ഷ്യമിട്ട കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കേട്ടോ അമ്മ മനസ്സ്. ഓക്കെ, ഇപ്പോൾ എന്താണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഇത് ഇല്ലാതാക്കാൻ, അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊരു പദ്ധതിയാണ് അമ്മ മനസ്സ്. അത് കേരള സർക്കാരാണ് ആരംഭിച്ചിട്ടുള്ളത്. പ്രസവാനന്തരം സ്ത്രീകളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായി ലക്ഷ്യമിട്ട പദ്ധതിയാണ് അമ്മ മനസ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്, ആനുകാലിക പ്രാധാന്യവും ഉണ്ട്. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, സ്മൃതിപഥം ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അൽഷിമേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗമാണ്. അപ്പോൾ സ്മൃതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർമ്മ എന്നൊക്കെ നമുക്ക് വെച്ച് കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ സ്മൃതിപഥം എന്നത് ഏത് പദ്ധതിയുമായി, ഈ ഒരു പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അൽഷിമേഴ്സ് ആണ് കേട്ടോ. ആറാമത്തെ ചോദ്യമാണ്, 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നുള്ളതാണ്. വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നതാണ് 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം. ഫെബ്രുവരി 2-ാം തീയതിയാണ് തണ്ണീർത്തട ദിനം എന്നതുകൂടി ഓർക്കുക. ഓക്കെ, അപ്പോൾ വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സെവൻത്ത് ക്വസ്റ്റ്യൻ, അടുത്തിടെ അന്തരിച്ച അജിത് നൈനാൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അദ്ദേഹം ഒരു കാർട്ടൂണിസ്റ്റ് ആയിരുന്നു. ഓക്കെ, അജിത് നൈനാൻ ആരായിരുന്നു? ഒരു കാർട്ടൂണിസ്റ്റ് ആയിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. എയ്ത്ത് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ പൗരന്മാർക്ക് വിസരഹിത പ്രവേശനം ആരംഭിച്ച രാജ്യം മലേഷ്യയാണ്. അപ്പോൾ ഇനി മുതൽ മലേഷ്യയിലേക്ക് പോകാൻ വിസ വേണ്ട. ആർക്ക്? ഇന്ത്യൻ പൗരന്മാർക്ക്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്ത്യൻ പൗരന്മാർക്ക് വിസരഹിത പ്രവേശനം ആരംഭിച്ച രാജ്യം ഏതാണ്? മലേഷ്യ. നയൻത്ത് ക്വസ്റ്റ്യൻ ആണ്, വളരെയധികം പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഏതു ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വനിതാ സംവരണ നിയമം നിലവിൽ വന്നത്? 106-ാം ഭരണഘടനാ ഭേദഗതി. ഓക്കെ, ഇതുവരെയുള്ള ഭരണഘടനാ ഭേദഗതികളിൽ ഏറ്റവും അവസാനം വന്നതാണ് 106-ാമത്തെ ഭരണഘടനാ ഭേദഗതി. അപ്പോൾ അതിലാണ് വനിതാ സംവരണ നിയമം വരുന്നത്. ഓക്കെ, ആ ഒരു ഭേദഗതി പ്രകാരമാണ് വന്നത്. അത് 128-ാമത് ബില്ലാണെന്ന് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, 128-ാമത് ബില്ലായിരുന്നു, 106-ാമത്തെ അമെൻമെൻ്റ് ആണ്. അപ്പം നമ്മുടെ ഭരണഘടനയിൽ എടുത്തു പറഞ്ഞിട്ടുള്ളൊരു ഏരിയയാണ് നമ്മുടെ ഭരണഘടനാ ഭേദഗതി. അതിലും ആ ഒരു ഏരിയയിൽ ചോദിക്കാനായാലും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അങ്ങനെയും ചോദിക്കാം, അല്ലെങ്കിൽ കറണ്ട് അഫെയറിൻ്റെ ഭാഗമായിട്ടും ചോദിക്കാം. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി 10ാമത്തെ ചോദ്യമാണ്, വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? അർജുൻ റാം മേഘ്വാൾ ആണ്. ഓക്കെ, വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് അർജുൻ റാം മേഘ്വാൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ്. എല്ലാം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഓരോ ചോദ്യങ്ങൾ കേൾക്കുമ്പോഴും അത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്ലാസ്സുകൾ ഉപകാരപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് അതേസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോടെ ലഭിക്കും. അടുത്ത ക്ലാസ്സിൽ അടുത്ത 10 ചോദ്യങ്ങളായി വീണ്ടും കാണാം. താങ്ക്